അപ്പോൾ നമ്മൾ കോഴിക്കോട് 2ാം റാങ്ക് അഭിഷേകിന്റെ കൂടെയാണുള്ളത്, LGSലെ 2ാം റാങ്ക്. അപ്പോൾ ഈ ഒരു സന്തോഷം നമുക്ക് അഭിഷേകിന്റെ കൂടെ ഒരു കേക്ക് മുറിച്ചിട്ടൊന്ന് സന്തോഷം പങ്കിടാം. നമ്മുടെ സൈലം BSc പേരാമ്പ്ര ഓഫ്ലൈൻ ക്യാമ്പസിലെ കുറച്ച് കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്ക് ഈ ഒരു സന്തോഷം പങ്കിടാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് അഭിഷേക് സർ. എന്തായാലും ഒന്ന് കേക്ക് മുറിച്ചു. അപ്പം ഈ ഒരു റാങ്ക് കിട്ടിയപ്പോൾ ഉള്ള ആ ഒരു അഭിഷേകിന്റെ ഫാമിലിയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു അടുത്തൊരു റാങ്ക് കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരും എത്രയായിരുന്നു അഭിഷേകിന്റെ മനസ്സിലുണ്ടായിരുന്നു? എന്റെ മനസ്സിൽ ഒരു 5-നുള്ളിൽ എന്തായാലും ഉണ്ടാവുന്നു. കാരണം വെച്ചാൽ അത്രേ കുറഞ്ഞ തെറ്റ് വന്നിട്ടുള്ളൂ. ബാക്കി പറഞ്ഞാൽ വെച്ചാൽ ഇതാണ് വന്നത്, ഡിലീഷനാണ് വന്നത്. പരീക്ഷകളിലൊക്കെ സ്ഥിരം പഠിക്കുന്നവർക്ക്, ഒരു കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമാണ്, ഇടയിൽ ഒരു മടുപ്പ് വരും, ആ ഒരു മോട്ടിവേഷൻ നിൽക്കും. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അഭിഷേക്? ഇല്ല, ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയം തൊട്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു മടുപ്പ് വന്നില്ല. കാരണം വെച്ചാൽ നമ്മളൊരു എൻജോയ് ചെയ്തുകൊണ്ടാണ് പഠനത്തെ. ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ പഠിച്ചത്. ഞങ്ങളൊരു 5-6 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മുടെ സൈലത്തിന്റെ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്? സൈലത്തിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മൻസൂറിൽ റാങ്ക് ഫയൽ വായിക്കാറുണ്ടായിരുന്നു. മൻസൂറിൽ സാറ് നമ്മളെ ഫേവറേറ്റ്. കാരണം വെച്ചാലും സാറ് ഇതാണ് കോഡിലൂടെയാണ് അയാൾ PSC ഞങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം. ഫസ്റ്റ് നിങ്ങൾ ആ ഒരു വന്നതിന്റെ ഒരു പോയിന്റ് മൻസൂർ സാറിന്റെ എന്ത് സാധനമായിരുന്നു? എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ മൻസൂറിൽ സാർ പറയുന്ന കോഡുകള് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മെമ്മറിയിലേക്ക് മാറി കഴിഞ്ഞ സാധനങ്ങൾ. കാരണം വെച്ചാൽ ബൈഹാർട്ട് ആക്കേണ്ട ഒരു പ്രശ്നം വന്നിട്ടില്ല. വന്നു. ആദ്യത്തെ പരീക്ഷ ഏതായിരുന്നു? ഫസ്റ്റ് എഴുതിയ പരീക്ഷ? ഞാൻ പഠിച്ചിട്ട് അല്ല, ഒരു സിലബസ് പക്കായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതിയെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി LGS. അത് നമ്മളെ നിർഭാഗ്യവശാൽ ക്യാൻസൽ ആയി പോയി. അതിൽ തന്നെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു അല്ലേ? എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 84 മാർക്ക് ഉണ്ടായിരുന്നു. 84 മാർക്ക്. ഇപ്പോഴത്തെ പരീക്ഷയിൽ ആക്ച്വലി മാർക്ക് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഫസ്റ്റ് റാങ്ക് ആണ്. 86 മാർക്ക് ഉണ്ട് നമ്മുടെ LGS കോഴിക്കോടുള്ള അഭിഷേകിന്. നമ്മുടെ സിലബസിൽ മാത്സിന് 20 മാർക്ക് ഉണ്ട്, GKക്ക് 40 മാർക്ക് മൊത്തം ഉണ്ട്, ലൈഫ് സയൻസ് ഉണ്ട്, CA 20 മാർക്ക് ഉണ്ട്. ഇതിൽ ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടായ ഒരു പോർഷൻ ഏതായിരുന്നു? ബുദ്ധിമുട്ട് കറണ്ട് അഫെയർ ആയിരുന്നു. അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് ആദ്യം ക്ലാസ് കണ്ടു, സൈലത്തിന്റെ കറണ്ട് അഫെയറിന്റെ ക്ലാസ് കണ്ടു. എന്നിട്ട് അതിന്റെ മനസ്സിലാക്കി ഏതൊക്കെ ഭാഗത്തുനിന്നാണ് മെയിനായിട്ട് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ എന്താക്കി, മന്ത്ലി കറണ്ട് അഫെയർ നോട്ടാക്കി എഴുതാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എഴുതിയ സാധനം കറണ്ട് അഫെയർ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം വെച്ചാൽ എനിക്ക് 20 20 മാർക്കും കിട്ടി. 20 മാർക്ക് കിട്ടിയിട്ടുണ്ട് കറണ്ട് അഫെയറിൽ. കാരണം വെച്ചാൽ എനിക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ 20 ഒരു 2-3 മാർക്കേ കിട്ടാറുണ്ടായിരുന്നു. നേരെ ഫുള്ളിലേക്ക് എത്തി. മാത്സിന്റെ ഭാഗത്ത് നിന്നൊക്കെ ആക്ച്വലി 20 എത്ര മാർക്ക്? 20 ഒരു 19-20 എപ്പോഴും കിട്ടലുണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ തന്നെ, കാരണം ഇത് പഠിക്കാൻ PSCയിലേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ സാറിൻ്റെ ഇതും ജെറിൻ സാറിൻ്റെ ക്ലാസ് കേട്ടിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് മാത്സ് എനിക്ക് ഫുൾ ഓക്കെ ആയിരുന്നു. അപ്പൊ അഭിഷേകിന്റെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എല്ലാവർക്കും അറിയാൻ, ഇനി പരീക്ഷ എഴുതുന്നവർക്കൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ അതായത് എങ്ങനെയാണ് സിലബസിനെ നോക്കി കണ്ടത്, എന്തൊക്കെയായിരുന്നു റിവിഷൻ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പറയും. ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ സിലബസ് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് എന്താക്കി, അതിനെ പറ്റിയ ഒരു റാങ്ക് ഫയൽ വാങ്ങി. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ SCRT ബുക്കാണ്. ഇപ്പോൾ മെയിനായിട്ട് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് SCRT എന്നാണ്. SCRT വാങ്ങി. പിന്നെ കറണ്ട് അഫെയറിൻ്റെ സോഴ്സ് കണ്ടെത്തി നോട്ടാക്കി എഴുതാൻ തുടങ്ങി. പിന്നെ മാത്സ് ആണ്. മാത്സ് ഓൾറെഡി ഞാൻ ക്ലാസ് കണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സൈലത്തിൻ്റെ ക്ലാസ് കണ്ടിട്ട്. അതുകൊണ്ട് എനിക്ക് അതിനത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ പഠിച്ചത് കൂടുതലും കമ്പൈൻ സ്റ്റഡി ആയിട്ട്, അതുകൊണ്ട് മടുപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വന്നില്ല. പിന്നെ റിവിഷൻ സ്ട്രാറ്റജി, റിവിഷൻ എങ്ങനെയാ വെച്ചാൽ ഞാൻ ചെയ്ത എൻ്റെ ഒരു ഇത് പറയുന്നത് വെച്ചാൽ, ഞാൻ സിലബസ് ആദ്യം ഫുള്ളായിട്ട് ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അത് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റിവിഷന് കുറച്ച് ടൈം മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. കാരണം വെച്ചാൽ പെട്ടെന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളായത് കൊണ്ട് നമുക്ക് കിട്ടാത്ത, ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കിട്ടാത്ത കാര്യം മാത്രം റൗണ്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് വീണ്ടും വായിക്കുന്ന സമയത്ത് അത് കിട്ടാത്തത് മാത്രം റൗണ്ട് ചെയ്ത് വെച്ച് മാത്രം വായിച്ചു. അന്നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൊണ്ട് പരിപാടി റിവിഷൻ എത്ര തവണ റിവിഷനിലേക്ക് എത്തി? എത്ര തവണ? ഒരു 3 തവണ ഫുള്ള് റിവിഷൻ അടിച്ചിട്ടുണ്ട്. സിലബസ് മുഴുവനായിട്ടും വിത്ത് കറണ്ട് അഫെയർ അടക്കം മാത്സും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പഠിക്കുന്നവരോട്, അതായത് എന്തെങ്കിലും കുറച്ചാലും പഠിച്ചു ജോലിയിലൊന്നും എത്താൻ പറ്റാത്തവർ, അല്ലെങ്കിൽ ഇനി പുതുതായി പഠിക്കാൻ വരുന്നവരോടൊക്കെ അഭിഷേകിന് ഷോർട്ടായിട്ട് പറയാനുണ്ടാവുന്ന ഒരു കാര്യം എന്തായിരിക്കും? എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ ആ എക്സാമിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് വേണ്ട റാങ്ക് ഫയൽ, SCRT ക്ലാസ്, ഓൺലൈൻ ക്ലാസ്, പിന്നെ PYQ, കറണ്ട് അഫെയർ, ഇതൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് റെഗുലറായിട്ട് ഒരു ടൈം ടേബിൾ ഇട്ടിട്ട് പഠിക്കുകയാണെങ്കിൽ ആർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനം മാത്രമാണ് ഇത് PSC. അല്ലാണ്ട് വലിയൊരു ബാലികേറ മലയും കാര്യങ്ങളൊന്നും അല്ല.
കറക്റ്റ് ആ ഒരു റൂട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും അഭിഷേകിന് LGS കിട്ടി. അപ്പൊ ഇനി ഇതിന് മേലെ മനസ്സിലുള്ള ഒരു ടാർഗറ്റ് ഒരു ജോലി ഏതായിരിക്കും? ഞാൻ ഇപ്പോൾ ഡിപ്ലോമയാണ് കഴിഞ്ഞത്. എനിക്കിനിപ്പോൾ ഡിഗ്രി ചെയ്യണമെന്നും ഒരു പാരലായിട്ട് ഡിഗ്രി ചെയ്തിട്ട് ഒരു ഡിഗ്രി ലെവലിൽ KSFO ബിവറേജോ അങ്ങനത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ സെക്രട്ടേറിയറ്റിസ്റ്റോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ക്രാക്ക് ചെയ്യാന്നുള്ളതാണ് ഇത് അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടുത്ത വെബ്കോ LDC ആണ് അടുത്ത ലക്ഷ്യം. ഇത് മറ്റേന്ന് പറഞ്ഞാൽ കുറച്ച് 3 വർഷം ഗ്യാപ്പ് വരും. കാരണം വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഡിഗ്രി കിട്ടിയിട്ട് പിന്നെ ഡിഗ്രി ലെവലിന് പഠിക്കുന്നത്. അതിൽ നല്ല റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കട്ടെ.